സിനിമാ പ്രേക്ഷകരെ ആനന്ദത്തിൽ ആറാടിച്ച് വർഷങ്ങൾക്ക് ശേഷത്തിൽ തകർത്താടി നിവിൻ പോളി. സെക്കൻഡ് ഹാഫിൽ നിർത്താതെ കയ്യടി വാരി കൂട്ടുകയാണ് താരം. ഇത് നിവിൻ യുഗമെന്ന് പ്രേക്ഷകരും. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിൽ ആവേശ പെരുമഴ തീർക്കുകയാണെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചിത്രത്തിൽ അതിഥി വേഷത്തിലെത്തിയ നിവിൻ പോളിയാണ് പ്രേക്ഷകരുടെ കയ്യടി വാരിക്കൂട്ടിയത്. സെക്കൻഡ് ഹാഫിലെ നിവിന്റെ എൻട്രി മുതൽ അങ്ങോട്ട് ഓരോ സീനിലും ചിരിയുടെ മാലപ്പടക്കമായിരുന്നു. ധ്യാൻ പ്രണവ് കോംബോയോടൊപ്പം നിവിൻ കൂടി എത്തിയപ്പോൾ തിയേറ്റർ ചിരിയുടെ പൂരപ്പറമ്പായി മാറി. എല്ലാവർക്കും ആസ്വദിക്കാവുന്ന തരത്തിലാണ് നിവിന്റെ കഥാപാത്രത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. വിഷു പ്രമാണിച്ചെത്തിയ ചിത്രം മലയാളികൾക്ക് ചിരിയുടെ വിഷുക്കടി സമ്മാനിച്ചു എന്നാണ് ആദ്യ ഷോ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ അഭിപ്രായം. ഒരിടവേളയ്ക്ക് ശേഷം നിവിൻ തിരിച്ചെത്തിയെന്നാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത്. നിവിനെ സിനിമയിൽ കൊണ്ടുവന്ന വിനീതിന് വീണുപോയപ്പോൾ കൈപിടിച്ചുയർത്താനും അറിയാമെന്നും പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു. പ്രേക്ഷകരെ എങ്ങനെ പിടിച്ചിരുത്താമെന്ന് മനസ്സിലാക്കി ഒരുക്കിയ ഗംഭീര സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. സിനിമ കണ്ടിറങ്ങിയവർക്കെല്ലാം പറയാനുള്ളത് നിവിൻ പോളിയെ കുറിച്ച് മാത്രമാണ്. അത്രയ്ക്കും ഗംഭീര പ്രകടനമാണ് നിവിൻ ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിലെ താരം നിവിൻ തന്നെ ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ഉഗ്രൻ പ്രകടനം. 2-3 ചിത്രങ്ങൾ പ്രതീക്ഷിച്ച പോലെ വിജയിപ്പിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ സൈബർ ബുള്ളിങ് നേരിട്ട താരമാണ് നിവിൻ പോളി. എന്നാൽ എല്ലാവർക്കും മറുപടിയായാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലൂടെ നിവിൻ തിരിച്ചെത്തിയിരിക്കുന്നത്. തിയേറ്ററിൽ തന്നെ ചിത്രം ആസ്വദിക്കണമെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. തകർന്നടിഞ്ഞ സിനിമാ മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവ് സമ്മാനിച്ചിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം. എത്ര ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർക്കുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷക ലോകം.